ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു നോമ്പുതുറയുടെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ 2 സിസ്റ്റേഴ്സിനെയും പെങ്ങന്മാർ കുട്ടികളെയും എല്ലാവരും വിളിച്ചിട്ട് ഒരു നോമ്പുതുറ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു വിശേഷങ്ങളാണ് കേട്ടോ. കാര്യമായിട്ട് അങ്ങനെ കൂടുതലായിട്ടുള്ള വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സിമ്പിൾ നോമ്പുതുറയാണ്. അപ്പോൾ നമ്മൾ നമ്മൾ തണ്ണിമത്തൻ്റെ മുഹബത്ത് കാ സർബത്ത് എന്ന് പറയാൻ പറ്റില്ല, അതിലും ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു തണ്ണിമത്തൻ്റെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കട്ട് ഫ്രൂട്ട്സെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിച്ചക്കടി എന്ന് പറയുകയാണെങ്കിൽ കട്ട്ലൈറ്റ് ഉണ്ട്, ചിക്കൻ കട്ട്ലൈറ്റ് ഉണ്ട്, ചിക്കൻ സമൂസ ഉണ്ട്, ചിക്കൻ റോളുണ്ട്. പിന്നെ ബണ്ണ് പോലത്തെ ഒരു സംഭവമില്ലേ, ഷവർമ ബണ്ണോ അങ്ങനെ എന്താണ് ഇപ്പോൾ അതിന് പറയാൻ തോന്നുന്നു, കറക്റ്റ് അറിയില്ല. കുറച്ച് ഹെവി ആയിട്ട്. പിന്നെ നമ്മുടെ പൊക്കവട, പിന്നെ മുളക് ബജ്ജി, അങ്ങനത്തെ കുറച്ച് പൊരിച്ച കടികളുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ താഴത്ത് നമ്മുടെ മാറ്റൊക്കെ വിരിച്ചിട്ട് താഴത്താണ് ഇരിക്കുന്നത്. ബാങ്ക് കൊടുക്കാനാവുന്നേ ഉള്ളൂ കേട്ടോ, ബാങ്ക് കൊടുക്കാനാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കുള്ളൊരു ചെറിയൊരു നോമ്പ് തുറയാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ വ്യൂവേഴ്സിനോട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കിഡ്നി പേഷ്യൻറ്റിന് ഒരു വീഡിയോ. അതാരും തട്ടിക്കളയരുത്, അത് ഞങ്ങളുടെ കുടുംബം കൂടിയാണ്. നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, കാരണം നമുക്ക് ഒരുപാട് ഇന്നത്തെ വരുന്നതാണ്. പക്ഷേ ഇതൊരിക്കലും ഇതൊന്നുമല്ല, ഒറിജിനൽ കാര്യമാണ്. നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, നമ്മുടെ റിലേറ്റീവ്സാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ചെറിയ എന്തെങ്കിലും ചെറിയ സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം ഈ ഒരു മാസത്തിൻ്റെ പുണ്യം കൊണ്ടും നിങ്ങൾക്ക് അത്രയും പ്രതിഫലം അല്ലാണ്ട് എന്തായാലും കിട്ടാതിരിക്കില്ല, അത് ഉറപ്പാണ്. ആ വീഡിയോൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട ആരെങ്കിലും ഒരാളെങ്കിലും അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു എനിക്കും കൂടെ തരും എന്ന് വിശ്വസിച്ചിട്ടുകൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ആ വീഡിയോ ഞാൻ ഇട്ടത് ഒരു വ്യൂസിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി അതുവഴി ആരെങ്കിലുമൊക്കെ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും അൽഹംദുലില്ലാ, അതിന് കൂലി പക്ഷേ എനിക്കും കൂടെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടും കൂടെയാണ് കേട്ടോ ഞാനിത് സോഷ്യൽ മീഡിയാസിലൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ, ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്നും നമുക്ക് ചാനലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, എന്തായാലും കണ്ടു നോക്കുക. 3 പെൺകുട്ടികളാണ്. ഗൾഫിലൊക്കെ ആയിരുന്നു, പ്രവാസിയായിരുന്നു, പിന്നെ നാട്ടിലാണ്. 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇനി ഒരു കുട്ടി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, 2 കിഡ്നി മാറ്റി വെക്കേണ്ട ഒരവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ആലോചിക്കാൻ കൂടെ വയ്യ. പക്ഷേ നമുക്ക് ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് തരട്ടെ എല്ലാവർക്കും, ആമീൻ. നമുക്ക് ദുആ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്. അപ്പോൾ 40 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ചില്ലറ എമൗണ്ട് ഒന്നും അല്ലല്ലോ. എന്തായാലും നമ്മൾ മലയാളീസ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. എല്ലാവരും ഒരു കാര്യം വരുമ്പോൾ എല്ലാ മലയാളീസും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നമ്മൾ ഇതുപോലെ പല ചലഞ്ചും പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതും നിങ്ങൾ സഹായിച്ചിട്ട് അവരുടെ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതിന് എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളൊരിക്കലും തട്ടിക്കളയരുത്. എന്തായാലും ഒരു 100 രൂപ നിങ്ങളാൽ കഴിയുന്ന തുക മാത്രം ചോദിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പറയാനും കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.